ഇന്ന് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചായൻ്റെ വെള്ളം തിളച്ചപ്പം ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് കേട്ടോ. ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിതിൻ്റെ റെസിപ്പി അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തെന്ന റെസിപ്പി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഉണ്ടാക്കിയിരുന്നു. അത് അരി യൂസ് ചെയ്തിട്ടാണ്, ഇത് പരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതിലേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ കൂടിയിട്ടാണ് കേട്ടോ ഞാനുള്ളത്. എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്കളയിലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ട് തന്നെ ഒരേ ടൈം ഞാൻ മൾട്ടിപ്പിൾ ടാസ്കിൽ ഏർപ്പെടും കേട്ടോ. അപ്പം മാവൊക്കെ അരച്ചത് അവിടെ സെറ്റാക്കി വെച്ചിട്ട് കറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. കടലക്കറിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ എല്ലാവരും ചേർക്കുന്ന അതേപോലത്തെ പൊടികളൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് പ്രഷർ കുക്കറിൽ ഒരു 5-8 വിസിലടിക്കുന്ന വരെ, കുറച്ച് വേവുള്ളത് പോലെ തോന്നിയിട്ടുണ്ട് ഈ കടല. അപ്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 5-8 വിസിലടിക്കുന്നത് വരെ ഞാൻ പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതൊരു ഒതൻറ്റിക് റെസിപ്പി ഒന്നുമല്ല. ഞാൻ എങ്ങനെയാണോ കടലക്കറി വെക്കുന്നത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്യുന്നത്. അതവിടെ കിടന്ന് വിസിലടിച്ചോട്ടെ. നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇവിടെ വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തെന്ന റെസിപ്പിയാണെന്ന്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓട്ടട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അരി അരച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും സോഫ്റ്റൊക്കെ തന്നെയാണ്. ബട്ട് അവൾ പൊടിയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അത് തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചെറിയുള്ളിയും കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ ഞാൻ ആ കറിയിലോട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. റൂമിലോട്ട് വന്നോട്ടോ. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ചീരയില വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ അന്ന് ഇവിടെ താളിപ്പ്. പിന്നെ ഇത് എന്തോ ഒരു തരം തോട്ടച്ചേമ്പ് എന്തോ പറയും. ഉപ്പാൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഇപ്പം തന്നെ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, പണ്ടത്തെ ആൾക്കാരാണ് ഇതൊക്കെ കറിയൊക്കെ വെച്ച് കൂട്ടാനൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചീരയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് എന്താ പറയുക, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉമ്മി ഓരോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇന്നെ കാണുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മാറിയിരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അമ്മ. ഇമ്മാൻ്റെ കൈയൊക്കെ കണ്ടോ, അമ്മക്ക് വാദത്തിൻ്റെ അസുഖമുള്ള ആളാണ് കേട്ടോ. വയ്യാതായപ്പോൾ കൈകളൊക്കെ അങ്ങനെ ആയി മാറിയതാണ്. അപ്പം ഒരുപാട് പ്രഷർ കൊടുത്തിട്ടൊന്നും ഉമ്മാക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രഷർ കൊടുത്ത് കൈക്ക് പ്രഷർ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരപ്പൊക്കെ റെഡിയാക്കുകയാണ് കൂട്ടാനിലോട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചീര താളിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചീര താളിക്കാൻ വേണ്ടി നിന്ന്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരേ ടൈം ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം എൻ്റെ പണികളൊക്കെ അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വേഗം തീരുകയും ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് അതവിടെ വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ തിളച്ച കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടിലോട്ട് ചീരൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട്, നിങ്ങൾക്ക് കറി ഉണ്ടാവില്ലല്ലേ താളിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്, എന്നാലും ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇത് എന്ത് ഐറ്റം ചീരയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉമ്മ അങ്ങനെ ബ്ലഡൊക്കെ കുറവായപ്പോൾ ഇത് കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരോ കൊടുത്തിട്ട് മുറ്റത്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ നുള്ളി കൊടുത്തിട്ട് താളിപ്പുണ്ടാക്കി കൊടുക്കൂട്ടോ. അമ്മക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ താളിപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ കുറച്ച് ഫുഡ് കഴിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകറിൻ്റെ ആ സാധനങ്ങളൊക്കെ സെറ്റാക്കി അതൊക്കെ തൂമിച്ചൊഴിച്ചു. ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.